നിന്നെ ഇഷ്ടമല്ല. എന്തൊരു തലവേദനയാണിത്. കുടിക്കണ്ടായിരുന്നു ഇന്നലത്ര. ഇങ്ങനെ നേരത്തെ പോയോ? എന്തൊക്കെയാണ് ചെയ്ത്? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നീ എനിക്ക് തിന്നാനല്ലോ. ലേശം കൺട്രോൾ, അധികമൊന്നും വേണ്ട, ഇച്ചിരി ലേശം കൺട്രോൾ വേണ്ടി വരും. അപ്പോ നീ ഇന്നും പോണില്ലേ? അമ്മ പോണ ലേറ്റായി. എന്നാ നീ ഇരിക്കും, ഞാൻ കഴിക്കാൻ എടുക്കാം. അയ്യോ ടൈമില്ലമ്മ, ഞാൻ പോട്ടയില്ലെങ്കിൽ അമ്മയുടെ മോനെ തിന്നു വെച്ചേക്കില്ല വൈകി വന്നൊന്നും പറഞ്ഞു. നീ ഓഫീസിലേക്കല്ലേ? ഞാനും അങ്ങോട്ടേക്കാ, ഞാൻ കൊണ്ടുപോവാ. ഞാനും വന്നെ. അമ്മ ബൈ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സാർ, ഇത് നമ്മൾ റെഡിയാക്കിയ ഫൈനൽ പ്രസന്റേഷൻ ആണ്. സാറ് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറയൂ. ഇങ്ങേരിതുവരെയും കേൾക്കണുണ്ടാവോ? സാർ 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 വാട്ട്? എന്താ? അല്ല, സാറൊന്നും പറഞ്ഞില്ല. എന്ത് പറയാ? ബെസ്റ്റ്, ഞാനപ്പോ ആരോടാണാവോ ആയിട്ടരച്ചത്. സാറ് പ്രസന്റേഷൻ ഞാൻ ചെക്ക് ചെയ്തോളാം. തഞ്ചല്ല. ഓക്കെ സാർ. ജോൺ 1 മിനിറ്റ്. യെസ് സാർ. അർപ്പിത വന്നു? ഇല്ല സാർ. യു മേ ഗോ നൗ. ഓക്കെ സാർ. എനിക്ക് എന്ത് പറ്റണേ? ഫോക്കസ് ദേവാ, ഫോക്കസ്. എന്നാ ശരി, ഞാൻ നിന്റെ ഫറപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. ചെല്ലി ചെല്ലി. ആരേത്? എന്ത് പറ്റി വഴിയൊക്കെ? നേരം വെളുത്ത ചേച്ചിക്ക് എന്താടി അങ്ങനെ ഡോക്ക്? അല്ല, 2-3 ദിവസമായല്ലോ മാഡത്തിന് ഈ വഴിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ ചോദിച്ചതാണോ അടിയൻ? ശരി ശരി. എത്തിയോ മാഡം? ഞാനെന്നാ
നാട് വിട്ടു പോയി ഇങ്ങനെ ചോദിക്കാനായിട്ട്? ഇല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നിന്നെ സാർ അന്വേഷിച്ചായിരുന്നു കേട്ടോ. എന്തിന്? ഇനി സാറിന് നിന്നെ മിസ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര പെട്ടെന്നോ? അവള് വീട്ടിൽ നിന്നല്ലേ വന്നതിന്? സാറിന് എന്താ പിന്നെ മിസ് ചെയ്തൂടെ? നീ ചെന്നിട്ട് വാപ്പോ. എന്തിന്? നീ നിന്റെ ജോലി ചെയ്തില്ല സാർ? സാറ് കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണ് അപ്പൊ ഇങ്ങനെ? ഇനി നീ ആ വാ തുറന്ന് സിമന്റ് ഇട്ടടക്ക ഞാൻ ചുപ്പ്. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പാതകമാണത്. ഓക്കെ? എന്റെ പൊന്ന് ചന്തുവേട്ട, എന്തോന്നാ നട്ടപ്പാതിരാക്കി എണീപ്പിച്ചിരുത്തിയേക്കണേ. എന്തേലും ഉണ്ടോ ഒന്ന് പറയോ? കുറെ നേരമായല്ലോ. അതന്നെ ഒന്ന് പറയടാ. പറയാതെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നുകൂടുന്ന ഒരു അനുഭവമാണ്. ചില നിമിഷങ്ങളിൽ നിന്നെ ഓർത്തു നിൽക്കുമ്പോൾ ഹൃദയം തന്നെ ഒരു വീണ പോലെ നിന്നെ പാടിത്തുടങ്ങുന്നു. മനസ്സിൽ നിന്റെ ചിരി ഒരു മഴയായി. ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തളർന്നു പോകുന്നില്ല. സ്നേഹമെന്ന് പറയുന്നത് ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. നിന്നെ പോലെ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നം, അതാണ് പ്രണയം. ഇത് കഞ്ചാവൊന്നുമല്ല, ഇത് വേറെ വലിയെന്തോ ആ സാധന. എവിടുന്ന് കിട്ടിയത്? അത് നോട്ട് വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. നീ താഴോട്ട് പോവും, അപ്പൊ നല്ല അനുഭൂതി കിട്ടും. ആ അനുഭൂതി അറിയണോ നിനക്ക്? മനുഷ്യനൊന്ന് കാവ്യാത്മകമാക്കാൻ സമ്മതിക്കൂല ബ്ലഡി ഫൂൾസ്. പിന്നെ ഈ നട്ടപ്പാതിരൊക്കെയാണോ അവന്റെ ഒരു കാവ്യാത്മകം? ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊന്നദേവിനെ ഒന്നിപ്പിക്കണ്ടേ, അത് വേണോ? അതാ ഞാൻ പറഞ്ഞു തന്നെ. ഇതാണോടാ നീ അത്രയും ഇതാക്കി പറഞ്ഞേ? ഒരു ഓളായിക്കോട്ടെ എന്ന് വെച്ചു. അതെ, നിന്റെ തലയില് നല്ല ഓളുണ്ട്, അതെനിക്കിപ്പോ മനസ്സിലായി. അത് വിട്. ഇവരൊന്നിപ്പിക്കണ്ടേ, അത് വേണം. അതിന് കുറച്ച് പണിയുണ്ട്, അതാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്താണാവോ? ഇത് കൊറേ നേരമായിട്ട് വിളിക്കണം വിളിച്ചു പോകണേ. എങ്ങനെ ഇത് കുളിക്കാൻ തന്നെ പോയതാണോ? എടുക്കണോ? വേണ്ട, ഇത് വേണേ എന്നെ കടിച്ചു തന്നാലോ? ഇല്ലാലി എടുക്കാം. കട്ടായി. ഇതാണ് എന്റെ ഇത്. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു വരുമ്പോഴേക്കും എല്ലാരും മോണാണല്ലോ. നോക്കിയാലോ? അതൊരാളെ പ്രൈവസിയില്. ഇതെന്റെ ഹസ്ബൻഡില്ലേ? എന്റെ ഹസ്ബൻഡിന് എന്താണ് പ്രൈവസി? നോക്കാം. ഒറ്റ മൈൻഡ് നോക്കിക്കോ. വില ഇതെന്തെങ്കിലും കണ്ടുപിടിക്കാലോ. ഓഹോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാറിയാലേ? കൊള്ളാം. പ്രൈവറ്റ് ഇമേജസ് ഉണ്ടല്ലോ, നോക്കണം. വേണ്ട, നോക്കിയില്ലെങ്കിൽ എനിക്കിനിപ്പോ സമാധാനം കിട്ടിയില്ലല്ലോ. നോക്കിയേക്കാം. ഇത് അനു. അപ്പോ കോള് വന്നപ്പോ അപ്പോ നീ കഴിക്കേ പോണ്ടേ? ഇല്ല. എന്തായി? എന്തുപറ്റി? നിനക്ക് വല്ല പനിയുണ്ടോ? ഒന്നുമില്ല. തല്ലു പിടിച്ചോ ഇനി രണ്ടും കൂടി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേണുമ്മ, വേറെന്തെങ്കിലൊക്കെ ആയിരിക്കും. രേണുമ്മ ചിക്കൻ ഇങ്ങോട്ട് എടുത്തു തന്നേ. ഞാനിവിടെ തീ തിന്നുമ്പോൾ അവൻ അവിടെ ചിക്കൻ. അയ്യോ, വെള്ളം കുടിക്കുമ്പോ എന്തിന്? അമ്മല്ല പറഞ്ഞ തീ തിന്നാണ്. എന്റെ ദൈവമേ, എനിക്ക് പോട തിന്നേനെങ്കിൽ.
ഈ നീ ആരാ? നിനക്ക് ആരാ പെർമിഷൻ തന്നെ എന്റെ ഫോണൊക്കെ എടുത്ത് നോക്കാൻ? ഞാൻ നിന്നോട് എന്താ തെറ്റാടി ചെയ്ത് എന്നെ ഇങ്ങനെ ഇതാക്കാൻ? ഞാൻ പണ്ടേ പറഞ്ഞല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, മാരേജ് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമല്ല. എന്നിട്ട് നീ എന്തിനാ എന്റെ ലൈഫിലേക്ക് വന്നേ? എന്തിനാടി വന്നേ? അത് നീ അവളെ വിട്ടേ. നിങ്ങളെല്ലാം കൂടി എന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ? അപ്പോ അവളെന്റെ ഭാര്യ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതിലാരും ഇടപെടണ്ട. എന്തിനാ? എന്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ എന്തിനാ ഇടപെടുന്നു? ഇല്ല, ഇവിടെ നിൽക്കൂ. ഇവിടെ നിന്ന് തന്നെ ഞാൻ സംസാരിക്കാം. എന്റെ പറ്റില്ല ആർക്കും കേൾക്കാൻ. നിങ്ങൾ പറയണല്ല ഞാൻ കേൾക്കണം. ഞാൻ പറയണ കേൾക്കാവുന്ന നിങ്ങൾക്ക് ആർക്കും നേരില്ല അല്ലേ? മിണ്ടരുത്. നിനക്കെന്താ? ഞാൻ എന്റെ ലൈഫിലെ കാര്യമാണ്, നീ എന്റെ ആരാ? ഒരിക്കലായിരുന്നു, ഇപ്പോ അല്ല. എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു അനു, ഒരുപാട്. പക്ഷെ നീ അത് മുതലാക്കി. നീ എന്റെ ചേട്ടനെ പറയാൻ തന്നെ എനിക്ക് ഉളുപ്പാകുന്നു. ഓ, ഞാൻ പോവാ. ആരെയും ശല്യപ്പെടുത്തുന്നില്ല, ആരെയും ശല്യപ്പെടുത്തുന്നില്ല. നീ വന്നോ? ഇല്ല, ഞാൻ ഊളംപാറക്ക് പോയി. അടങ്ങി ഇവിടെ കിടന്നോളാം. അങ്ങോട്ട് ഒരു കൊതി നിർത്തണ്ട് ഞാൻ. സമാധാനം. രാവിലെ തന്നെ എന്താണ്? എന്റെ രേണു, എന്താണിത്? പോവല്ലേ എന്റെ സുന്ദരിയല്ലേ? പൊടി, എന്നോട് നീ മിണ്ടാൻ വരണ്ട. അങ്ങനൊന്നും പറഞ്ഞൂടാ, അതൊക്കെ തെറ്റാണ്. എന്റെ രേണു, കുറച്ച് സംഭവണ്ടായി, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പെരുമാറി. പ്ലീസ് പ്ലീസ് പ്ലീസ്, സോറി സോറി സോറി. എന്താ അത്? നീ എന്താ പറഞ്ഞ? അപ്പോ അവനറിയോ? ഇല്ല. നിനക്ക് പറയായിരുന്നില്ലേ? ഞാനതും പറഞ്ഞേച്ച് ഇപ്പം കൂടി ചെന്നുവെച്ചാലും മതി. ഇപ്പൊ കേക്കും. അമ്മയുടെ അല്ലേ മോൻ? എന്താ ഇങ്ങനൊരു ടോക്ക്? ഒന്നുമല്ലേ. മാറിയ രണ്ടിനെ വഴക്ക്. അതിനാരാ പറഞ്ഞ ഞങ്ങള് വഴക്കാണെന്ന്? അത് കൊള്ളു, ഇപ്പൊ അങ്ങനെയായ. അപ്പൊ വേണ്ട. അനുവേഷത്തെ സങ്കടപ്പെടണ്ട. നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള ഒരാള് വിട്ടുപോകുമ്പോൾ ആർക്കായാലും ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. അതാണ് എന്റെ കെട്ടിയോലും ചെയ്യണേ. എല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം. ഏട്ടത്തെ സങ്കടപ്പെടണ്ട. അമ്മ, അവൾക്കെല്ലാം അറിയാം. അവളെല്ലാം അറിഞ്ഞിട്ടാണ് അവനെ കെട്ടിയത്. ഞാനൊന്നും മറച്ചു വെക്കാനും നിന്നിട്ടില്ല. എന്തൊക്കെയോ അവൾക്ക് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്താണെന്ന് അങ്ങോട്ട് പിടിയിട്ടുള്ള. അതൊക്കെ വഴിയെ അറിയാം. വെയിറ്റ്. അപ്പോ അമ്മായിക്ക് അറിയോ? അറിയാവുന്ന കൂട്ടിക്കോ. അതെന്താ? അവൾ എന്നോട് പറയുമ്പോ ഞാൻ പറയാം. കേട്ടാ, ഇപ്പൊ നിങ്ങള് ചെല്ലാൻ നോക്ക്. എനിക്ക് നല്ല പണിയുണ്ട്. അപ്പൊ തന്റെ വർക്ക് മനസ്സിലായല്ലോ. കറക്റ്റ് ആയിരിക്കണമല്ല. എനിക്ക് ഒരു മിസ്റ്റേക്സും കാണാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. ഓക്കെ സാർ. പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്. Please move, please move.
അർപ്പിത യെസ് സാർ. കേറിപ്പോ. ഓക്കെ സാർ. ഇതിപ്പോ തിന്നും. രേണുമ തുടങ്ങിക്കോ വന്നുണ്ട്. അപ്പോ മോള് പനില്ല എന്നാണോ പറയണേ? ഇല്ല അമ്മ, അപ്പൊ നീ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ ചന്തു ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ചന്തു നേരത്തെ വന്നേക്കണേടാ, അവനോ ഉത്തരവാദിത്തമില്ല. നീ എങ്കിലും നേരത്തെ വന്നേ, അവളിവിടെ ഒറ്റയ്ക്കാണ്. അല്ല നിങ്ങളെല്ലാരും കൂടി ഇതോടെ പോണം. ഞങ്ങള് കുടുംബക്ഷേത്രത്തിൽ പോണേടാ, 2 കഴിഞ്ഞേ വരുള്ളൂ. അവിടെ വരെ പോവണ്ടേ? അപ്പോ ഇവളെ കൊണ്ടുപോകുന്നില്ലേ? അവൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാന്ന് വെച്ചു. അല്ലമ്മ, സത്യത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഡേറ്റ് ആണല്ലോ. മിണ്ടാതേടി. ആ മോനെ ദേവ പോയോ? അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ അഭിനയിച്ചേ? നിങ്ങളെ അടുപ്പിക്കാൻ. ആ അടുപ്പിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചല്ല. നിങ്ങളപ്പ ഇനി 2 ഡേ കഴിയല്ലേ വരാൻ? പോയിട്ട് വരാന്ന്. ആ, ഹേയ് ഹായ്, പേരെന്തായിരുന്നു പറഞ്ഞ? കായോ? ആ അതെ. താൻ ഓക്കെ അല്ലേ? ഹേ, ഞാൻ ഓക്കെയാണ്. അല്ല, അതിന് നിനക്കെന്താ പറ്റി? അത് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ തല വീണാന്. സാറും ഉണ്ടായിരുന്നു. നോക്കി നടക്കണ്ട എന്റെ അപ്പു. പിന്നെ സാറ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ പിടിച്ചില്ലെങ്കിൽ സാറ് പിടിക്കും. ബിക്കോസ് സാറിന്റെ പ്രോപ്പർട്ടി അല്ലേ, ഒന്നും പറ്റാൻ പാടില്ലല്ലോ. എന്താ ഇടി വളർച്ച? എന്താ? ഒന്നുമില്ല, നത്തിങ്. ഓക്കെ. ഹലോ, നീ എവിടെയാണ്? ഞാൻ ഓഫീസിൽ. നീ ഇപ്പോ വീട്ടിലെത്തിയില്ലേ? ഇല്ല. എടാ അവളവിടെ ഒറ്റയ്ക്കല്ലേ? ഞാനാണെങ്കിൽ മഴയായതുകൊണ്ട് ബ്ലോക്ക് കെട്ടി കിടക്കുക. ആൻഡ് കുറച്ച് കഴിയും വരാനായിട്ട്. കുറച്ച് കൊണ്ട് ലോങ് ആണ്. ഓക്കെ, ഇപ്പൊ ഒന്നിനെ കൊണ്ട് എടാ വീട്ടിലോട്ട് ചെല്ലേ. എന്തിന്? നല്ല മഴയൊക്കെ അല്ലേ, അതിന്. അവളതിന് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ. ഞാനെന്തായാലും ലേറ്റ് ആവും, എനിക്ക് കുറച്ചധികം വർക്കുണ്ട്. മേ ബി കറണ്ട് പോട്ടെ. എനിക്ക് അതിനോട് പോലെ എന്ന് പറഞ്ഞേച്ചും പിടിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ. ജനറേറ്റർ ഇല്ലേ, അതോണായിക്കോളും. തേങ്ങാത്തതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശരി. ഇതൊക്കെ എങ്ങനെയാണോ ഈ വരട്ടിന് ഇഷ്ടപ്പെട്ടത്? കറണ്ട് വാങ്ങണ്ട നേരം പേടിയാണ്. ചെയ്യണോന്നൊക്കെ എന്തിനാണോ ഈ ടൈമിനൊക്കെ തന്നെ പോയി. ഇനി ബോധത്തിന്റെ അടുത്ത് ഒറ്റക്കാക്കിട്ട് പോയില്ല. ഞാനും പോകില്ലായിരുന്നു അവളോടൊപ്പം. ആ ബോധമില്ലാത്തതിനോ ബോധമില്ല. ഈ ചന്തവിട്ടൊക്കെ ഇവിടെ പോയി കിടക്കുക വെച്ചിട്ടാണെങ്കിൽ കിട്ടണമല്ല. ഇവിടെ ഒരു മെഴുകുതിരി പോലും ഇല്ല. പണ്ടാരും എന്തിനാണത്? ജനറേറ്റർ എന്താണ് പോണത്? ഇനി അത് പഠിച്ചു പോയോ? പണ്ടാരും മനുഷ്യനോട് എല്ലാത്തിനും പേടിച്ചിട്ടിരിക്കുക. ഇടക്കിടക്ക് ഇവിടെ വന്ന് പേടിപ്പിക്കണമെന്നില്ല. വെറുതെ കറണ്ട് കാശ് കളയുന്നത്. എടാ പ്ലാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. നല്ല കാര്യം. വെച്ചിട്ട് പോടെ പന്നി. എന്നിട്ട് കുടുംബക്കാര് മൊത്തം ഇങ്ങനെയാണോ? എന്താ?